Hi dears, welcome back to Race Agan. ഇത് റേസിൽ നിന്ന് അഞ്ജിത മിസ്സും യദുസാറാണ്. സോ നിങ്ങളുടെ +2 എക്സാം ഇന്ന് കഴിഞ്ഞു അല്ലെ? +2 എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു മൊമെന്റിലാണ്. പക്ഷേ എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല. കാരണം ഇനി അങ്ങോട്ട് എൻട്രൻസുകളുടെ കാലാണ്. നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ ഡിഗ്രി പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ MBBS പഠിക്കണമെങ്കിലോ BDS പഠിക്കണമെങ്കിലോ എല്ലാത്തിനും എൻട്രൻസ് ആവശ്യമാണ്. ഏപ്രിൽ മാസത്തിലാണ് കീം എൻട്രൻസ് നടക്കുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള. അതേപോലെ മെയ് ഫസ്റ്റ് വീക്ക് തന്നെ നീറ്റിന്റെ എക്സാം ഉണ്ടാവും. നിങ്ങൾക്ക് MBBS വേണം, BDS വേണം, BAMS, BUMS എല്ലാ കോഴ്സുകൾക്കും നീറ്റ് എക്സാം മാൻഡേറ്ററി ആണ്. ചില കോളേജുകളിൽ BSc നഴ്സിംഗിന് പോലും നീറ്റിന്റെ സ്കോർ ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ CUT ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും JNU അതേപോലെ അങ്ങനത്തെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ പോലെ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി അഡ്മിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള CUT എക്സാം എഴുതേണ്ടതാണ്. അത് മെയ് മാസം തന്നെയാണ്. അത് നടക്കുന്നത്. പല ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, ഇനിയുള്ള ഈ കുറച്ച് ദിവസം പഠിച്ചാൽ ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ സംശയമുണ്ട്. പക്ഷേ നമ്മുടെ യദു സാർ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ്. അതായത് +1 +2 തന്നെ മികച്ച ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് എക്സാം ക്രാക്ക് ചെയ്ത് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിച്ച ആളാണ് അല്ലെ? അപ്പൊ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ. ഞാൻ 2013 കീം എൻട്രൻസ് എഴുതുന്നത്. ഞാൻ റേസിലെ സ്റ്റുഡന്റ് ആയിരുന്നു. 2 വർഷം ഇവിടെ ട്യൂഷൻ വിത്ത് എൻട്രൻസ് ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ആദ്യ ചാൻസിൽ തന്നെ എനിക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മുടെ അവസാനം ഒരു 2 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സ് ആയിരുന്നു. ആ സമയത്ത് 2 മാസം നമുക്ക് ഇന്റൻസ് ആയിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ MCQs ചെയ്യിപ്പിക്കുകയായിരുന്നു. ഡെയിലി എക്സാംസ്, ഡെയിലി നമ്മളെ മാർക്ക് ഷീറ്റ് നമുക്ക് പറഞ്ഞുതരും. നമുക്ക് എവിടെയാണ് മാർക്ക് പോകുന്നത്, നമ്മളെ കോർ ഏരിയ ഏതാണ്, നമ്മളെ സ്ട്രെങ്ത് ഏതാണ്, നമ്മളെ വീക്ക്നെസ് ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞുതരായിരുന്നു. സോ 2 മാസം ഒരു 60 ദിവസം നമ്മൾ മാക്സിമം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എൻട്രൻസിൽ മോശമില്ലാത്തൊരു റാങ്ക് നേടുകയും അതുപോലെ ഒരു നല്ലൊരു കോളേജിൽ പഠിക്കാനൊരു അവസരം ഉണ്ടായി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് +2 എല്ലാ കൺസെപ്റ്റും നന്നായിട്ട് അറിയുന്ന ഒരു കുട്ടിയാണ്, നിങ്ങൾ +2 നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്, എൻട്രൻസ് വെറുതെ എഴുതാന്നുള്ളൊരു വെറുതെ ഒരു എഴുതി നോക്കാന്നുള്ളൊരു മോഹം കൊണ്ട് എൻട്രൻസ് അപ്ലൈ ചെയ്ത കുറെ ആളുകളുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു 50 ദിവസം അല്ലെ, ഒരു 50 ദിവസം നന്നായിട്ട് വിനിയോഗിച്ച് കുറേയേറെ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കളയാതെ തന്നെ ആദ്യ ചാൻസിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ലൊരു കോഴ്സ് എടുക്കാം, നല്ലൊരു കോളേജിൽ. യദു സാർ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്യണം. ഒരു ഗൈഡൻസ് തീർച്ചയായും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ എങ്ങനെയാണോ ബോർഡ് എക്സാമിന് പഠിച്ചത് അതുപോലെ അല്ല എൻട്രൻസിന് പഠിക്കേണ്ടത്. എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചാണെങ്കിൽ അത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഇനി നീറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ OMR ഷീറ്റ് ബബിൾ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഒരു ക്വസ്റ്റ്യന് വെറും 1 മിനിറ്റ് ആയിരിക്കും കിട്ടുക. ഈ 1 മിനിറ്റ് കൊണ്ട് ആ ക്വസ്റ്റ്യൻ വായിക്കണം, അതിന്റെ ആൻസർ കണ്ടെത്തണം, ബബിൾ ചെയ്യുകയും ചെയ്യണം. 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ്സും ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പഠനം ഇനി ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അവിടെ കുറെ മിസ്റ്റേക്കുകൾ വരും. അതുകൊണ്ട് ഒരു ഗൈഡൻസ് തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ റേസിന്റെ ക്രാഷ് പ്രോഗ്രാമുകൾ നീറ്റിനാണെങ്കിലും കീമിനാണെങ്കിലും ക്യുവറ്റിനാണെങ്കിലും ഒക്കെ ക്രാഷ് പ്രോഗ്രാംസ് ഓൺ ഗോയിങ് ആണ്. ആൻഡ് ഏപ്രിലിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ കീമിനൊക്കെ. നിങ്ങളെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിച്ച് അത്രയും പരിശീലിപ്പിച്ച് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളെ എക്സാം ഹോളിലേക്ക് എത്തിക്കുന്ന വിധത്തിലാണ് നമ്മൾ ഓരോന്നും സിലബസ് അനുസരിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ കീമിന്റെയും ക്യുവറ്റിന്റെയും ഒക്കെ ക്രാഷിനെ പറ്റി അറിയാൻ നമ്മളൊരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു നമ്പർ ഇതിൽ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ 3 ക്രാഷ് കോഴ്സുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ CUT ഒക്കെ ബാച്ച് ജസ്റ്റ് 2-3 ദിവസം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൽ സീറ്റ്സ് ഉണ്ട്, ഇനിയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ CUT ഇപ്പൊ CBT ആണ്, കമ്പ്യൂട്ടറൈസ് എക്സാം ആണ്. ഇപ്പൊ നമ്മളൊരു 5 ഫുൾ മോക്ക് ടെസ്റ്റ് റേസിന്റെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു 5 മോക്ക് ടെസ്റ്റ് എങ്ങനെയാണോ CUT എക്സാം അതുപോലെ എഴുതി എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു എക്സാം ഫിയർ ഒക്കെ മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. ആ കാര്യം കൂടെ ഞാനൊന്ന് പറയാണ്. ഇപ്പൊ കീമും എല്ലാ എക്സാമും നമ്മൾ അത്രയേറെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാനൽ ഓഫ് ടീച്ചേഴ്സ് എടുക്കുന്ന മോക്ക് ടെസ്റ്റുകളാണ് ക്വസ്റ്റ്യൻസ് അടിപൊളി മോക്ക് ടെസ്റ്റുകളാണ് നമ്മളത്. സോ അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. നന്നായിട്ട് ഈ ഒരു 2 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക അല്ലെ? യെസ്, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും റിപ്പീറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ മുന്നിൽ കാണണ്ട. വെറുതെ ഒരു വർഷം കളയുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട. എന്തായാലും ഇനി മുതൽ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ എല്ലാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഇവിടുന്ന് കാണാം. യെസ്, ബൈ.